സംസ്ഥാനത്ത് ഒരാഴ്ച വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇന്ന് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ പെയ്തേക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ. അരുൺ, ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്? തുളസി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. എന്തായാലും ഇന്ന് 7 ജില്ലകളിൽ സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, അതുപോലെ തന്നെ വയനാട്, കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള, തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന ഈ 24 മണിക്കൂറിൽ ശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലോടുകൂടിയുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് കർണാടക തീരത്ത് എന്തായാലും മത്സ്യബന്ധനത്തിന് വിലക്കില്ല. എന്തായാലും കേരളത്തിൽ അതുപോലെ തന്നെ ഈ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ, തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്നുള്ള അറിയിപ്പ് കൂടി എന്തായാലും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. വരുന്ന 24 മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ട്. 35 കിലോമീറ്റർ മുതൽ 45 കിലോമീറ്റർ വേഗതയിൽ, ചില സ്ഥലങ്ങളിൽ 55 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ മത്സ്യബന്ധനത്തിന് എന്തായാലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ട് ഇല്ല. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം തിരുവനന്തപുരത്തും ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. എന്തായാലും വരുന്ന മണിക്കൂറുകൾ എന്തായാലും ശക്തമായിട്ടുള്ള ഒരു മഴ തന്നെ പ്രതീക്ഷിക്കാം. വീണ്ടും സംസ്ഥാനത്ത് മഴ സജീവമാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും 7 ജില്ലകൾ യെല്ലോ അലർട്ടാണ്. ബാക്കി ഉള്ള ജില്ലകളിൽ ഗ്രീൻ അലർട്ട് ഉണ്ട്. എന്തായാലും ഈ 7 ജില്ലകളിൽ തീരപ്രദേശങ്ങൾ അടക്കമുള്ള മേഖലകളിൽ എന്തായാലും ജാഗ്രത പുലർത്തണമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശരി, സംസ്ഥാനത്ത് ഒരാഴ്ചത്തേക്ക് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്.